നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. നമ്മൾ ഇന്നും ഒരൊറ്റ വാർത്തയാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമാകുമ്പോൾ ചെറുപ്പക്കാർ വീഴുന്ന കെണികളാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം, അത് കിടപ്പാടം വിറ്റിട്ടും വേണ്ടിയില്ല, കുടുംബത്തെ നോക്കണം, അന്തസ്സായി ജീവിക്കണം എന്നുള്ളത് ഏത്കാലത്തെയും യുവാക്കളുടെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വരുംവരായികളെ നോക്കാതെ ചില ചതിക്കുഴികൾ വീഴും. വളരെ മനോഹരമായിട്ടായിരിക്കും ആ കുഴി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കുണ്ട്ര സ്വദേശി വിഷ്ണു മനുഷ്യക്കടത്ത് സംഘത്തിൽപ്പെട്ട് വളരെ 2-3 മാസം വളരെ പീഡനങ്ങൾ അനുഭവിച്ച് നമ്മുടെ ബർമയുടെയൊക്കെ ബോർഡറിൽ, നമ്മുടെ ചൈനയുടെയൊക്കെ ഒരു അധീനതയിലുള്ള പ്രദേശത്തുനിന്ന് മോചനദ്രവ്യം കൊടുത്തിട്ടാണ് തിരിച്ചെത്തിയത്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. വാർത്തയിൽ കൂടുതൽ ഞങ്ങളൊന്നും വിവരിക്കുന്നില്ല. വിഷ്ണു തന്നെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. ഇത് ഒരു പാഠമാക്കി നമ്മുടെ യുവാക്കൾ കുറച്ചുകൂടി, അവരുടെ മാതാപിതാക്കൾ കുറച്ചുകൂടി ജാഗ്രത ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഏജന്റുമാരൊക്കെ പറയും, വേറെ ആരുടെത്തും പറയണ്ട, അവരിത് തട്ടിക്കൊണ്ടുപോകും, അങ്ങനെയുള്ള സ്വാർത്ഥത വെക്കണ്ട, നമ്മുടെ കുട്ടികളെങ്കിലും നമ്മളെങ്കിലും അപകടത്തിൽപ്പെടാതെ സ്വയം സൂക്ഷിക്കാനുള്ളൊരു ജാഗ്രത ബാക്കിയുള്ളവർ കൂടി പുലർത്താൻ ഈ വാർത്ത സഹായകരമാകും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക് പോകാം. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. മനുഷ്യക്കടത്തുകാരിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിനെ PC വിശ്വനാഥ് MLAയും NK പ്രേമചന്ദ്രൻ MPയും സന്ദർശിച്ചു. മ്യാൻമറിൽ മനുഷ്യക്കടത്ത് സംഘത്തിൽ നിന്ന് മോചനദ്രവ്യം നൽകി നാട്ടിലെത്തിയ കച്ചേരിമുക്ക് കളിയിലുള്ള പുത്തൻ വീട്ടിൽ മുൻ പഞ്ചായത്ത് അംഗം ശ്രീനാരായണൻ്റെ മകൻ വിഷ്ണുവിനെ കാണാൻ NK പ്രേമചന്ദ്രനും PC വിശ്വനാഥ് MLAയും വീട്ടിലെത്തും. മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ കെണിയിൽപ്പെട്ട വിനോദിനെ നാട്ടിലെത്തിക്കുന്നതിനായി MP നിരന്തരം ഇടപെട്ടിരുന്നു. മോചനം വൈകിയതോടെ MP വിനോദ് ഉൾപ്പെടെ കെണിയിൽ അകപ്പെട്ട മലയാളികളുടെയും മറ്റ് ഇന്ത്യക്കാരുടെയും മോചനത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചിരുന്നു. തുടർന്ന് വരുന്ന നിയമ നടപടികൾ വേണ്ട സഹായം നൽകുമെന്ന് MP ഉറപ്പു നൽകി. വാർഡംഗം ഷാർലറ്റ് നിർമ്മൽ, C മഹേശ്വരൻപിള്ള, ഫെബി സ്റ്റാലിൻ, വിനോദ്, തോമസ് കുട്ടി എന്നിവർ MPക്കൊപ്പവും കുരിപ്പള്ളി സലീം PC വിശ്വനാഥ് MLAക്കൊപ്പവും ഉണ്ടായിരുന്നു. KK പാർക്ക് അധോലോക സംഘം ജീവനോടെ എത്തിയത് ആശ്വാസം. മനുഷ്യക്കടത്തിനിരയായ വിഷ്ണുവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എങ്ങനെ ആദ്യം അവരുടെ ബാങ്കോക്കിലാണ് കൊണ്ടുപോയത്? ബാങ്കോക്കിലാണ് ഇറങ്ങുന്നത്. സ്വർണ്ണവും നിങ്ങൾ എന്തോ പറഞ്ഞാ കൊണ്ടുപോയത്? അവിടെ ബാങ്കോക്കിൽ തന്നെ അവരുടെ അളിയൻ വർക്ക് ചെയ്യുന്ന ഒരു ക്യാഷിനോ കണക്കുള്ള സ്ഥലമുണ്ട്. അവിടെ അല്ല, അമേരിക്കയെ കൊണ്ടുവന്ന് വന്നിട്ടില്ല. അല്ല, ബാങ്കോക്കിലേക്ക് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ആദ്യം ഞാൻ പൈസ കൊടുക്കുന്നത് ജോർദാനിൽ പോകാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഫേക്ക് വിസ ആയിരുന്നു. എന്നിട്ട് അയാൾ ഇങ്ങോട്ട് വിടുന്നത്. കരുനാപ്പള്ളി ബാങ്കോക്കിലാണ് ബർമയെ കൊണ്ടുപോയത്. ജോർദാനിലെ വിസ വന്നത്, പക്ഷേ വ്യാജ വിസ ആയിരുന്നു. 2.5 ലക്ഷം രൂപ. ഇത് ട്രാവൽ ഏജൻസി കരുനാപ്പള്ളി നടത്തുന്നവനാണ്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഒളിവിൽ പോയി.
വിനോദം കൂടിയോട്ടൊന്നുമില്ല വാ. ഇല്ല. വാ. അതായിരുന്നു എല്ലാം ഇതൊക്കെ സാറിനോട്ട് തുടങ്ങി ഇതുപോലെ പരിപാടി ഉണ്ടെന്നുള്ളതാണ്. ഇഷ്ടം പോലെ. അങ്ങനെ ഇതിന് പകരം സാറേ അവൻ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ സാറിനോട് എന്നിട്ട് പറഞ്ഞു. അവിടെ നിന്ന് നേരെ ബാങ്കോക്കിൽ നേരെ മ്യാൻമറിൽ കൊണ്ടുപോയി. ആ മെന്മാർക്ക് അതെന്താ കൊണ്ടുപോയി. പറഞ്ഞാ കൊണ്ടുപോയേ? അല്ല, ആ കമ്പനിയിലോട്ട് കൊണ്ടുപോകാന്നാ പറഞ്ഞത്. ആദ്യം അവിടെ നേരെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വണ്ടി വരും റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. രാത്രിയില ദൂരം കൂടുതലൊക്കെ രാത്രി പോകുന്ന വണ്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു 9 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നിന്ന് പിന്നെ കാട്ടിക്കൂടെ അങ്ങോട്ട് പോകുന്നത് ഒരു 13ഓളം വണ്ടി വരും. നമുക്ക് റേഞ്ച് ഒന്നുമില്ല ഫോണിൽ ആരെ കോൺടാക്ട് ചെയ്യാൻ. അവര് ഫുള്ള് ഉൾക്കാട്ടി കൂടെ ബൈക്കിനകത്തൊക്കെ ആയിരുന്നു. ബൈക്ക് മോഹമുടിയൊക്കെ ഇട്ട ആളുകളും വണ്ടിയൊക്കെ ആയിട്ടാണ്. അതുവഴി കയറ്റി ബൈക്കിൽ കൂടെ കയറ്റി നമ്മളെ കൊണ്ടുവന്ന് മെയിൻ റോഡിൽ ഇറക്കി. അവിടെ വേറെ വണ്ടി കൊണ്ടുവന്ന് നമ്മളെ പെട്ടിയും ലഗേജൊക്കെ ആദ്യമേ വിളിച്ചു. അവിടുന്ന് ഒരു വള്ളമുണ്ട്, വള്ളം ക്രോസ് ചെയ്യുന്നത് മ്യാൻമാർ. അവിടെ അപ്പുറത്താക്കുമ്പോൾ മിലിറ്ററി ഡ്രസ്സിൽ ഒരാൾ വരും. അയാളാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നേരെ കമ്പനി ചെല്ലുമ്പോൾ കമ്പനിയുടെ വെളിയിൽ ഫുള്ള് മിലിറ്ററിക്കാരാണ്. അവരെ നമ്മളെ ചെക്ക് ചെയ്താത്ത അകത്താകുമ്പോൾ ഫുള്ള് ചൈനക്കാരാണ്. അകത്തോട്ട് കമ്പനി കൊണ്ട് ചെല്ലുമ്പോൾ അതേപോലെ ഞാൻ ചെന്നപ്പോഴത്തെ 23 പേര് ഡെയിലി പിള്ളേരെ കൊണ്ടുവരും. 30-അകത്തോളം പിള്ളേരെ കൊണ്ടുവന്ന് നേരെ ഇങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയാം മൊത്തം നോർത്ത് ഇന്ത്യൻ സ്കൂളാണ്. എല്ലാവരെയും പാക്കിങ് ജോലി എന്താണൊക്കെ ജോലികളാണെന്ന് പറഞ്ഞാൽ മൊത്തം ഏജന്റുമാർ വഴിയാണ് വരുന്നത്. ഇതിലെ മെയിൻ ഏജന്റ് അത് ചൈനക്കാരനുണ്ട്. അയാളെ കീഴിലുള്ള ഏജൻസ് ഇവിടെ എല്ലാം ഏജൻസി. എന്നിട്ടിങ്ങനെ പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ ഇടും. അപ്പം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരെ ഉപദ്രവിക്കും, കേബിളിന് അടിക്കും. പിന്നെ വാട്ടർ ക്യാൻ എടുത്ത് 6ാമത്തെ അലയിൽ താഴത്തെ മലയെ കൊണ്ടുപോകും. 20 റൗണ്ട്. പിന്നെ കയ്യിലൊരു സ്റ്റിക്കുണ്ട്, നോക്കുമ്പോൾ കറണ്ടാണ്. കാലയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അത് കാലയെ വെച്ച് അടിപ്പിക്കും. അപ്പോൾ കാല് പിന്നെ 2 ദിവസത്തേക്ക് അനക്കാനൊന്നും പറ്റത്തില്ല, കറണ്ടായിരിക്കും, ഫുള്ള് കറണ്ട് അടിക്കും. അങ്ങനത്തെ കാര്യങ്ങളും സിഗരറ്റിന് കുത്തുക ഇത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫുഡ് തരത്തില്ല. അതിന് അവിടെ എന്ത് ബിസിനസ് നടക്കുന്നു? ബിസിനസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കാമിങ്ങാണ് സംഭവം. എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഫേസ്ബുക്ക്, ബാക്കിയുള്ള വാട്സാപ്പ് അങ്ങനത്തെ ആപ്പുകൾ വെച്ച് അവർ ഇന്ത്യയിലുള്ളവരെ തന്നെ കാശുള്ള ആളുകളെ ലക്ഷ്യമാക്കി അവരെ അക്കൗണ്ട് എല്ലാം ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത ആളുകളെ കണ്ടെത്തി അവരുമായിട്ട് ചാറ്റ് ചെയ്ത് അവിടെ ഒരു ഡൽഹിയിൽ നിന്ന് വന്നൊരു മോഡലായിട്ടൊരു പെണ്ണിന് പോകണം. ആ പെണ്ണിൻ്റെ ഫോട്ടോ വെച്ചാൽ ചെയ്യുന്ന മൊത്തം. എന്നിട്ട് അയാൾ വീഡിയോ കോൾ ചെയ്യാൻ പറയുമ്പോൾ ആ പെണ്ണിനെ കാണിച്ച് സംസാരിച്ച് ഞങ്ങളെ ബിസിനസ്സിലേക്ക് പൈസ ഇടാൻ പറഞ്ഞ് 50 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ അയാളെ കൊണ്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. അതാ അവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനകത്ത് ഓരോ പ്ലാറ്റ്ഫോമിലെന്ന് വെച്ചാൽ ഞങ്ങളിതിനകത്തെന്ന് വെച്ചാൽ അവർ ഈ ഇന്ത്യക്കകത്തുള്ളവരെ നോക്കി ചെയ്യും. മറ്റേത് പുറത്തുള്ള ഇന്ത്യക്കാർ എന്ന് വെച്ചാൽ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ, UK താമസിക്കുന്ന ഇന്ത്യക്കാർ, മൊത്തം ചൈനക്കാരെ ചെയ്യുന്നത് അവിടെ. ചൈനക്കാരെ കൊണ്ട് അവരാ ബോസുമാർ. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് എതിർത്തൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എത്തു പറഞ്ഞാൽ നമ്മളെ പ്രത്യേകിച്ച് ഒരു റൂമിൽ കൊണ്ടിടും. പിന്നെ നിങ്ങൾ എങ്ങനെ അവിടെ നിന്ന് വീണ്ടും ബാങ്കോക്കിൽ കൊണ്ടുവന്നു? ബാങ്കോക്കിൽ കൊണ്ടുവന്നില്ല. അവിടുന്ന് ഞാൻ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, ഹിന്ദിക്കകത്താ ചാറ്റിങ്. ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ മലയാളിയാണ്, എനിക്ക് ഇംഗ്ലീഷ് പോലും ഇച്ചിരി അറിയത്തോളം എന്ന് പറഞ്ഞ അവിടെ വരുന്നു. അങ്ങനെ അയാൾ വെച്ച് ഇന്ത്യയിലുള്ള എല്ലാവരും ഹിന്ദിയിൽ സംസാരിക്കുന്നത്, ട്രാൻസ്ലേറ്റർ വെച്ചാണ് സംസാരിക്കുന്നത്. നടുക്കൊരു ട്രാൻസ്ലേറ്ററാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, കേരളത്തിലൊന്നും അങ്ങനെ ഹിന്ദി എല്ലാവരും സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട്, ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസാണ്. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ ഏജൻറ്റിന് പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. $3000 ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ഏജൻറ്റ്. പിന്നെ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ചാർജ് എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരു $10,000 ചിലവ്. അതിൻ്റെ ഏജൻറ്റ് തിരിച്ചു തന്നാൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നിനക്ക് പകരം നീ 3 ആളെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് വിടമൊക്കെ തരണം. ഇതാണെങ്കിൽ ഹിന്ദി അറിയാവുന്ന 3 പേർ. അതല്ലെങ്കിൽ 20 ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ തരണം. 50 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ നിനക്ക് ആഹാരമില്ല ഇവിടെ കിടക്കണം. അതൊക്കെ അവർ വേറെ കമ്പനിക്ക് കൊടുക്കും. അവർ $3000 വേറെ കമ്പനിയിൽ ആ കമ്പനിക്ക് കൊടുക്കും. അങ്ങനെ ഒരു 10-30ഓളം കമ്പനികളുള്ള എല്ലാം ഇന്ത്യക്കാർ മാത്രം പിള്ളേരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ആദ്യം തന്നെ അവിടെ പിടിച്ചിട്ട് പിന്നെയും ഇതിനൊക്കെ മലയാളികളുണ്ട്. 2 മലയാളി, മൻസൂർ അലി എന്നൊക്കെ പറയുന്നമാര്
HR ഡിപ്പാർട്ട്മെന്റിലാണ്. അവരെ അടുത്ത് മലയാളത്തിൽ സംസാരിച്ച് കാര്യം പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ $5000 തന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ $5000 പിന്നെ വീട്ടിൽ ഫോണൊന്നുമില്ല, ചെന്ന സമയത്ത് ഫോണൊക്കെ മേടിച്ച് വെച്ചിട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിനകത്ത് ഇന്നപ്പോഴായി ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ഫുഡ് തരാന്ന് റൂമിൽ കൂട്ടിയിട്ടിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. ഉപദ്രവം കഴിഞ്ഞപ്പോഴാണ് ഇതാണ് പൈസ അടച്ചത്. $5666 ട്രാവൽസിന് ഇത്രയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ 2 ആഴ്ചയായിട്ട് എന്നെ വിട്ടുപോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അടുത്ത കമ്പനിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവരുമായിട്ട് വാർത്തപ്പോഴായപ്പോൾ ഈ അലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവർ $800 കൂടെ തന്നാൽ നിന്നെ ഉറപ്പായിട്ടും വിടാൻ വണ്ടിയെല്ലാം കാര്യം കാണിച്ച് അങ്ങനെ അലിയായിട്ട് സംസാരിച്ചിട്ടാ ഈ പൈസ അടച്ചിട്ടാ എന്നെ അവർ ഇറക്കി വിടുന്നത്. ഇറക്കി മൈസൂട്ടിൽ കൊണ്ടാക്കി. മൈസൂട്ടിൽ നിന്ന് വേറെ ബസ് കയറുന്ന വഴിക്കുക എമിഗ്രേഷനിൽ നിന്ന് പോലീസുകാർ ചെക്ക് ചെയ്ത് എൻ്റെ 12 ദിവസമായി വിസ കഴിഞ്ഞിട്ട്. പിന്നെ അവിടുന്ന് എമിഗ്രേഷനിൽ കിടന്നു വരുന്നത്. സാഹസികമായ യാത്രയായിരുന്നു. പേടിയൊന്നും തോന്നില്ലേ? പേടിച്ച് അവിടെ ജീവനെ അവിടുന്ന് പോയി എന്ത് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ അടുത്ത്. ഞാൻ കേട്ടതാണ് എംബസിക്കാർ പറഞ്ഞത്, ഈ മൈസോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ബർമ ഗവൺമെന്റ്, മ്യാൻമർ ആ ഗവൺമെന്റിന് പോലും കാര്യമായ നിയന്ത്രണമില്ല. വെറും അധോലോക സംഘങ്ങളാണ്. ബർമയുടെ പല ഭാഗത്തും അവിടുത്തെ ഗവൺമെന്റ് നിയന്ത്രണമില്ല. അവിടെ എന്നും പട്ടാള അട്ടിമറിയും പ്രശ്നങ്ങളും ഒക്കെ അല്ലേ. അവിടെ മൊത്തം ചൈനക്കാർ മാത്രമേ, അവരെ കയ്യിലാണ് അവർ പട്ടാളക്കാർ. ഞാൻ ചെന്ന സമയത്ത് 3 പിള്ളേർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവരെ ഉപദ്രവിച്ചായിരുന്നു. അന്നവരെ കൊണ്ടുപോയി, പട്ടാളക്കാരെ കൊണ്ടുവരാം. പിന്നെ എങ്ങനെ റിലീസ് ചെയ്യാൻ കാര്യം എങ്ങനെ? റിലീസ് ചെയ്യാൻ എനിക്ക് ലാംഗ്വേജ് അറിയത്തില്ല, ഹിന്ദി ചാറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് പൈസ തന്നിട്ട് പോകാൻ പറഞ്ഞു. കാരണം ഉപകാരമില്ല. പക്ഷേ ബാക്കി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പിള്ളേരെ നിന്ന് പൈസ മേടിച്ചിട്ട്, ഹിന്ദിക്കാരറിയാവുന്ന പിള്ളേർ പൈസ മേടിച്ചിട്ട് അവരെ വേറെ കമ്പനിക്ക് കൊടുക്കത്തുള്ളൂ, വിടത്തില്ല, പുറത്ത് വിടത്തില്ല. ഭാഷയൊക്കെ അറിയാവുന്നവര്, ഹിന്ദി അറിയാവുന്നവരെ നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ടുവരുന്നത് മൊത്തം ഇന്ത്യക്കാർ പിള്ളേർ. ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ മൊത്തം 5 മലയാളികളുണ്ടായിരുന്നു. ആ 4 പേർക്കും ഹിന്ദി അറിയാവുന്നവരാണ്. അമ്മാരെ അവിടെ ഉള്ളത്. ചെന്നാമേന്നൊക്കെ ഹിന്ദി അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. എത്ര പേര് മക്കൾ? എത്ര പേര്? 2 പേര്. വേണം വിഷ്ണുവിന്റെ കൊണ്ടുവന്നു. അന്ന് നമ്മുടെ ഇവിടെ വന്നാലും വീട്ടിൽ വന്നാലും ഇവിടെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൊടുത്തായിരുന്നു. കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഏജൻസി അവിടെ, അതുകൊണ്ട് അവിടെ കൊടുത്ത കേസ്. പിന്നെ ഇന്നിപ്പം മറ്റേ IB എന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മറ്റേ പാർലമെന്റിൽ പറഞ്ഞ അതിനെ തുടർന്ന് സമയം അറിയാന്നുണ്ടെങ്കിൽ വിഷ്ണുവിന്റെ പേരൊക്കെ പാർലമെന്റ് രേഖയിലൊക്കെ വന്നു. വിഷ്ണുവിന്റെ പേര് പാർലമെന്റ് രേഖയാണ്. ഞാൻ അവിടെ മറ്റേ ബാങ്കോക്കിൽ ചെന്നായിരുന്നു. ഈ 2 ആഴ്ചത്തോളം മൈസൂട്ടിലായിരുന്നു. പൈസ കൊടുക്കുന്നവരെ മുമ്പേ വിടത്തുള്ളൂ, പൈസ ഇല്ലാത്തവരെ എന്ന് വെച്ചാൽ അവർ രണ്ടാമത്തെ കൊടുത്തത് 160 ഇന്ത്യൻ മണി 160 1,60,000 ടിക്കറ്റ് ഉൾപ്പെടെ. നേരത്തെ എത്ര കൊടുത്ത? 5,60,000 അഡീഷണൽ 5 ലക്ഷവും പിന്നെ എന്റെ നേരത്തെ 2.5 ലക്ഷം. പിന്നെ കൈ $500 ഉണ്ടായിരുന്നു, അതും മേടിച്ചു. നിനക്ക് ഏജന്റ് ആര് പരിചയപ്പെടുത്തി തന്നത്? ഏജന്റിന് അണ്ണ ഉണ്ടാകാനും അവിടെ പൈസ വേറൊരു പാർട്ടി ഉണ്ട്. ഈ നമ്മുടെ പാർട്ടി തന്നെ 250 കൊടുത്തിട്ടാണ് അവരുടെ സംഗീതമായി അത് പോയില്ലേക്ക് വിസായിട്ട് ബോംബെ ചെന്നപ്പോൾ കയറാൻ പറ്റുന്നില്ല. ഇത് നോക്ക്, കണ്ട കൊടുത്തില്ല, വിസ ഇല്ലയോ? QR കോഡ് പോലും ഫേക്കാണ്. നമ്മൾ കയറുമ്പോൾ നേരെ ഞാൻ നോർക്കെ ആദ്യം വിളിച്ചായിരുന്നു ഇത് കിട്ടിയ സമയത്ത്. അപ്പം അവർ പറഞ്ഞ QR സ്കാൻ ചെയ്യുമ്പോൾ അവരെ സൈറ്റിലോട്ട് കയറുവാണെങ്കിൽ ഒറിജിനലാന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യുമ്പോൾ അവരെ സൈറ്റിലോട്ട് കയറുന്നത്. അല്ല, ഞാൻ ബാങ്കോക്കിൽ ചെന്നപ്പം എംബസി വഴിയ പറഞ്ഞായിരുന്നു ഫോൺ കിട്ടി ഇപ്പം വരണം. പക്ഷേ അവിടെ ഞങ്ങളൊരു റൂമിലാണ് കിടക്കുന്നത്. അവിടെ എല്ലാ പാകിസ്ഥാനികളും എല്ലാവരും ഉണ്ട്.
അവരെല്ലാം എംബസി വന്ന് കൊണ്ടുപോകും. 3 ആഴ്ച, മാസത്തിൽ 3 തവണ 4 തവണയായിട്ട് 2 മാസമായിട്ട് ഇന്ത്യൻ എംബസി വരച്ചിട്ട് അവിടെ. അപ്പോൾ ഇന്ത്യക്കാരെ മൊത്തം അവിടെ കിടക്കണം മൊത്തം. മറ്റേ എംബസിക്കാരൊക്കെ അവിടെ വരുന്നു. ശ്രീലങ്കക്കാരുടെ ആളില്ലേ പോലും അവർ 3 തവണ വന്ന്, മാസത്തിൽ 3 തവണ വന്ന് ചെക്ക് ചെയ്തിട്ടു ആളുണ്ടോ. മലേഷ്യ എല്ലാ രാജ്യത്തിലും 2 മാസം ആയിട്ട് അവിടെ ഇന്ത്യൻ എംബസി വന്നിട്ടില്ല. ഇന്ത്യയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ബാങ്കോക്കിൽ കിടക്കുന്നത് തിരിച്ച് ഔട്ട് പാസിന് വേണ്ടി. അവർ ടിക്കറ്റിനുള്ള പൈസ മാത്രമേ ഉള്ളൂ. നമ്മളല്ലെങ്കിൽ അവിടെ അവർ ചോദിക്കുന്ന 20,000 തായ് ബാട്ട് കൊടുക്കാൻ. അപ്പോൾ അവർ പെട്ടെന്ന് വിടും. 20,000 തായ് ബാട്ട് എന്ന് പറഞ്ഞാൽ 55,000 രൂപ നാട്ടിലാണ്. അത് അവരെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ബൈനാൻസ് അക്കൗണ്ട് വഴി ഡോളറായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാട്ടിൽ 80,000 രൂപ അയച്ചു കൊടുക്കാം. അവര് ടിക്കറ്റിനുള്ള ചാർജ് മാത്രമുള്ളതുകൊണ്ട് അവരെ പിള്ളേരവിടെ ഇഷ്ടംപോലെ പേര് അവിടെ കിടന്ന് മെന്റലായി പോയി. 8 പേരോളം കിടക്കുമ്പോൾ ഇന്ത്യക്കകത്തോളം. ഇന്ത്യ അത്രയും വൃത്തിയായിട്ട സ്ഥലമാണ് ആ ബാങ്കോക്ക് ഇമിഗ്രേഷൻ. ഫുഡൊന്നും കുഴപ്പമില്ല, പച്ചച്ചോറ് മാത്രമേ കഴിക്കാൻ. മെയിനായിട്ട് എമിഗ്രേഷൻ പൈസ വെച്ചാൽ ഇപ്പം ഫ്രീ ലിസ്റ്റ് വരും. ഫ്രീ ലിസ്റ്റ് വന്നാലും ആ പേര് അവിടെ ഇട്ടിട്ട് പൈസ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത വരും. എല്ലാ വ്യാഴാഴ്ചയാണ് പേര് വരും. നമ്മളെ പേര് വന്നാലും അവർ മറ്റവരെ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് ആ സീറ്റ് അവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2 ആഴ്ച അവിടെ ഐസോട്ട്. പിന്നെ ബാങ്കോക്ക് പൈസ കൊടുക്കുന്നവരെ അടുത്ത ദിവസം ബാങ്കോക്കിൽ പോകും. പൈസ ഇല്ലെങ്കിൽ എംബസി വരുന്നവരടക്കം. ഈ 2 മാസമായിട്ട് എംബസി വന്നില്ല. പിന്നെ വീട്ടിൽ വിളിച്ച് പൈസ മേടിച്ച് കൊടുത്തു വരും. 6 മണിക്കുമ്പോഴെല്ലാം പറയും 2 ദിവസം വീടും 2 ദിവസം വീടും. അല്ല, അതെന്ന് വെച്ചാൽ ഇവർക്ക് മെയ്സോട്ടിൽ നിന്ന് ഇവരുടെ കസ്റ്റഡിയിൽ ബാങ്കോക്കിൽ വന്നാലേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. മൈസൂരിൽ നിന്ന് നമ്മുടെ മിഷനുമില്ല, ഒന്നുമില്ല. ബാങ്കോക്കിൽ ഈ പറഞ്ഞ ഡിറ്റൻഷൻ സെന്ററിൽ വരുമ്പോൾ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഇടപെടാൻ പറ്റത്തുള്ളൂ. നമുക്കവിടെ പോലീസും സംവിധാനമൊന്നും ഇല്ലല്ലോ. മിഷനുമില്ല. ഈ മിഷൻ പോലും വളരെ വീക്കാണ്. നമ്മൾ ഗൾഫിലുള്ള എംബസികളെ പോലെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. എന്നാലും നന്നായി, കുഴപ്പമില്ലാങ്കിൽ തിരിച്ചു വന്നല്ലോ. പൈസ പോയതല്ലേ. ആര് വിഷ്ണുവിന്റെ ബ്രദറാണ് ഇവിടെ വന്ന് സാറിനെ വിളിക്കുന്ന ശല്യപ്പെടുത്തിക്കൊണ്ടാണ് ബാലു. ഇതെല്ലാം കുടുംബം ഒരുമിച്ചാണ് പ്രോപ്പറായിട്ട് നിൽക്കുക. 10 ലക്ഷം രൂപയോളം പോയി. എല്ലാം കള്ളക്കടവും പറഞ്ഞായിരുന്നു സാറേ. അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കാതെ ഇങ്ങനെ പോകുന്നൊന്നും എല്ലാവർക്കും അപ്പം സാറിനകത്ത് ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ആശ്വാസമുണ്ട്. ഈ കാര്യത്തിന് വേണ്ടി സാറിന് അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ കഴിഞ്ഞ മാസം 31 നമ്മൾ റിലീസ് ചെയ്ത ലൈല ക്രിയേഷൻസിൻ്റെ 20ാമത്തെ ഹ്രസ്വചിത്രം പാവം രൗദ്രം, അത് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. തീർച്ചയായും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവർ ആ സിനിമയിൽ നിന്ന് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം കാണുന്നതുവരെയും നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.